അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിന്റെ നിത്യനിശ്ചയവും അദ്ദേഹത്തിന്റെ കൈമുതലായി വന്ന അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് ഭാരതമൊന്നാകെ അറിയപ്പെടുന്ന വ്യക്തിയായി, ഭാരതം അറിയപ്പെടുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനമായി ഈ പാർട്ടിയെ വളർത്തിയെടുത്ത ഒരു കേഡർ പാർട്ടിയായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നിമിഷത്തിൽ സമ്മേളനം വലിയ സംഭവമായി മാറിയിരിക്കുന്നു. നമ്മുടെ പാർട്ടിയുടെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചപ്പോൾ, ഒരു നിയമ ഭേദഗതിയിലേക്ക് വന്നപ്പോൾ ഇന്ന് 548 എംപിമാരിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ആ ബില്ലിനെ അഭിമുഖീകരിച്ച് ആ ബില്ലിന്റെ ചർച്ചയിൽ ഉടനീളം പങ്കെടുത്ത് അതിൽ തിരുത്തേണ്ടത് തിരുത്തുകയും ഈ പാർട്ടിയോടൊപ്പം ആളുകളെ ചേർത്ത് നിർത്തിയിരുന്നതും ഇതൊക്കെ തന്നെയാണ്. ഒട്ടും അതിന്റെ വീര്യം കുറയാതെ പ്രിയപ്പെട്ട മാണി സാറിന്റെ മകൻ ഇന്നും കർഷക ജനതയെയും കേരളത്തിലെ സാധാരണക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടി നിന്ന് ചടങ്ങുകളിലൂടെ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിരുപുടൻ പോലെ പാർട്ടിയുടെ പ്രതിസന്ധിയോടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യകാല നേതാവും സീനിയർ നേതാവുമായിട്ടുള്ള MSc ഉസിയുടെ അതുപോലെ തന്നെ പോഷക സംഘടനയുടെ ഭാരവാഹികൾ, ഗവൺമെന്റിനായ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരെ, അഭിമാനികൾ, സുഹൃത്തുക്കളെ, നമ്മുടെ പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രധാന ഉദ്ദേശങ്ങളോടുകൂടി തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 4 വർഷം പൂർത്തിയാകുമ്പോൾ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി, ഗവൺമെന്റിന്റെ പ്രവർത്തന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചരണ പരിപാടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് വരികയാണ്. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, നമുക്കറിയാം, ദേശാഭിമാനി എന്ന് പറയുമ്പോൾ CPM-ന്റെ പത്രമാണ്. ദേശാഭിമാനി സർക്കാരിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി മനോരമയും BJP-ക്ക് വേണ്ടി ഏഷ്യാനെറ്റുമൊക്കെ വലിയ കടന്നാക്രമണങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടത്തുമ്പോഴും കേരളത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നതെന്ന് പൊതുസമൂഹം ഇന്ന് വിലയിരുത്തുകയാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമാണ് നമ്മുടെ കടുത്തിരുത്ത് നിയോജകമണ്ഡലം. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായി കടുത്തിരുത്ത് നിയോജകമണ്ഡലത്തിൽ എന്ത് നടക്കുന്നു, അതിന്റെ ഭാഗമായി നമ്മുടെ കുറവലങ്ങാട്ട് എന്ത് നടക്കുന്നു. ഗവൺമെന്റിന്റെ ഭാഗമാണ് ത്രിതല പഞ്ചായത്തുകളും. ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ തുക നീക്കി വെക്കുന്നത് ത്രിതല പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ത്രിതല പഞ്ചായത്തുകൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന തുകയിൽ നല്ലൊരു ശതമാനം അർഹതപ്പെട്ട വിഹിതം നമ്മുടെ കുറവലങ്ങാട് പഞ്ചായത്തിൽ ലഭിക്കുന്നു. അപ്പോൾ കുറവലങ്ങാട് പഞ്ചായത്തിൽ നടക്കുന്ന
വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതും അത് ഗവൺമെന്റിന്റെ ഫണ്ടാണ്. പ്രവർത്തനങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ MLA-യുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അവലോകനം ചെയ്യേണ്ടി വരും. നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അവലോകനം ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം കുറവലങ്ങാടുമായി ബന്ധപ്പെട്ട് പ്രിയമുള്ള മണ്ഡലം പ്രസിഡന്റ് ശ്രീ CP മാണി, ജില്ലാ സെക്രട്ടറി ശ്രീ PC കുര്യൻ, പാർട്ടിയുടെ വൈസ് ചെയർമാൻ ശ്രീ തോമസ് ചാഴികാടൻ, ex-MLA ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇവിടെ ആരുടെ പേര് പറയും എവിടെ പോയി നിൽക്കും എന്നെനിക്കറിയില്ല. ഡാർലിംഗ്, ഇനി ആരുടെയും പേര് പറയണോ? പറഞ്ഞാൽ ഞാൻ പറയാം. ആരുടെയും പറയണം. PT കുര്യൻ വേണ്ട, ഇനി എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ PT കുര്യൻ്റെ തീർത്തോണം. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ, ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള ജനപ്രതിനിധികളെ, സ്നേഹിതരെ, ഞാൻ ആദ്യമായ ഒരു വിഷമത്തോടുകൂടി നിൽക്കുക. കാരണം ഇവിടെ 2 കുഞ്ഞുങ്ങൾ വന്ന് പാട്ടുപാടി, റിമി ബൈജുവും അലീനയും അല്ലേ. അതിനുശേഷം ഇന്ന് ആൽഫി മരിയ മനോഹരമായി മാണിസാർ ചെയ്ത പദ്ധതികൾ പലർക്കും അറിയത്തില്ല, ആ കൊച്ചു പറഞ്ഞു. പക്ഷെ കയ്യടി പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഫ്രണ്ടിലല്ല പുറകോട്ടൊന്നും അടിക്കുന്നില്ലല്ലോ. കണ്ടോ, വീണ്ടും അങ്ങ് നിന്ന് പോവാം. ഒന്നുകൂടെ എക്കാലം കൺഗ്രാജുലേഷൻസ് കേട്ടോ. എക്കാലം ഇവിടെ മനോഹരമായാണ് ഈ കൺവെൻഷൻ നടത്തിയിരിക്കുന്നത്. ഞാനൊരു കൺവെൻഷൻ എന്ന് പറയില്ല, ഒരു കുടുംബയോഗമാണ്. ഞാൻ CP മാണിയോട് പറഞ്ഞു, നമുക്ക് ഈ കുടുംബയോഗം നമുക്ക് ഏതെങ്കിലും വീട്ടുമുറ്റത്തോ ഗ്രൗണ്ടിലോ വെക്കാമെന്ന് പറഞ്ഞു. CP മാണി പറഞ്ഞു അത് വേണ്ട, മഴ പെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മഴ പെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ CP മാണി എന്നെ വിശ്വസിച്ചില്ല. അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഏതൊക്കെയാലും ഇവിടെ വെച്ചു. ഇന്ന് എനിക്ക് കുട്ടികളെ കാണാം, സഹോദരിമാരെ കാണാം, മാതാപിതാക്കളെ കാണാം, ഇന്ന് മുതിർന്നവരെ കാണാം. ഏതൊക്കെയാലും എല്ലാ തരത്തിലും ഒരു കൺവെൻഷൻ അപ്പുറം നമ്മൾ ഒരു കുടുംബ യോഗത്തിലാണ് നിൽക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു കുടുംബ യോഗം. ഞാൻ എന്തുകൊണ്ടാണ് ആ കുടുംബ യോഗം എന്ന് പറയുന്നത് ഞാൻ വഴിയെ പറയാം. ഇന്ന് ഇത്ര മനോഹരമായി ഈ പരിപാടി സംഘടിപ്പിച്ച, നമുക്കറിയാം ഇതൊരു ഒരു നിയോജകമണ്ഡലത്തിലെ കൺവെൻഷൻ പോലെയാണ്, പക്ഷെ ഇതൊരു പഞ്ചായത്തിലെ കൺവെൻഷനാണ്. കുറവലങ്ങാട് മണ്ഡലത്തിലെ മാത്രമായിട്ടുള്ള കൺവെൻഷനാണ്. ഇത്ര മനോഹരമായി ഹോള് നിറഞ്ഞ് ഇവിടെ ഇപ്പോഴും ആൾക്കാർ നിൽക്കുകയാണ്. അവിടെ പുറകിലാണെങ്കിൽ ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ ഇത്ര മനോഹരമായി ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകർ ഒത്തിരി പ്രയാസപ്പെട്ടു. ഇന്നലെ അതിൻ്റെ വാഹന പ്രചരണ ജാഥ നടത്തി, സ്റ്റീഫൻ വന്ന് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതിന് പിന്നിലെല്ലാം മണ്ഡലം പ്രസിഡന്റ് ശ്രീ CP മാണിയും അതുപോലെ തന്നെ നമ്മുടെ PC കുര്യനും അവരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അവരെ ഞാൻ ആദ്യമായി നിങ്ങളുടെ ഓരോരുത്തരെയും പേര് ഞാൻ അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നേതാക്കന്മാരുണ്ട്, ചിലരൊക്കെ പെട്ടെന്നൊരു വിഷമം വന്നു അല്ലേ, പേര് പറയാതെ എല്ലാവരുടെയും പേര് പറയുന്നു. ഇവിടെ ജില്ലാ പ്രസിഡന്റ് അപ്പഫാദി സാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇതിനെല്ലാം ഗൈഡൻസ് കൊടുക്കാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരിവിടെയുണ്ട്. അത് PM മാത്തയും അതുപോലെ നിർമ്മല ജിമ്മിയും അതുപോലെ തന്നെ പുത്തൻകാള ഉൾപ്പെടെയുള്ള നിയോജക പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. പറഞ്ഞു പോയാൽ പിന്നെ എല്ലാ പേരും പറഞ്ഞു. അതുകൊണ്ട് അവരെല്ലാം ഈ സന്ദർഭത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈ നമ്മുടെ PC കുര്യൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കുകയായിരുന്നു. പലതും അറിയാൻ മേലാത്തത് ഞങ്ങളിപ്പോൾ അറിഞ്ഞു. ഈ പഞ്ചായത്തിൽ 3,71,00,000 രൂപ ലാപ്സാക്കി. 3,71,00,000 രൂപ എന്ന് ഈ പഞ്ചായത്തിൻ്റെ ഭരണം ആരാ ഭരിക്കുന്നത്? UDF. ആ 3,71,00,000 രൂപ എന്ന് പറഞ്ഞ എല്ലാ വാർഡിലേക്കും ഇവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ചുരുങ്ങിയത് 2 റോഡെങ്കിലും നമുക്ക് മനോഹരമായി. 2 റോഡല്ല, 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 4-5 റോഡാക്കാം.
അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ മറ്റു കാര്യങ്ങളിൽ കിടക്കുന്നില്ല. ഇവിടെ ഞാനിപ്പം അവിടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉദ്ഘാടനം തൊട്ടടുത്ത് നടത്തിയിട്ടാണ്. അവിടെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ട്രാൻസ്ഫോമർ, അവിടെയല്ല കേട്ടോ, നാടിന് വേണ്ടി ട്രാൻസ്ഫോമർ കൊണ്ടുവന്ന് നമ്മൾ കൊണ്ട് വെച്ചു. അതിന് പൂർണ്ണമായിട്ട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അതെനിക്കറിയാം, ഞാൻ ബാക്കി കാര്യമില്ല. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവിടെ ഒരു ബോർഡ്, അതുപോട്ടെ, നമ്മുടെ ബോർഡുകൾ ഇങ്ങനെ ഒത്തിരി വരും. അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ 5 വർഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ വല്ലോ നമ്മളെടുത്ത് പരിശോധിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ പറയുക. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ ഏതാണ്ട് ഒരു 100ഓളം പേര് മുതിർന്നവരായിട്ടുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ ആദരിക്കാനാണ് ഇവിടെ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. അവിടെ അവരെ ഇരുത്തിക്കൊണ്ട് ഈ ആദരണീയരായ നേതാക്കന്മാരെ, മുൻകാല നേതാക്കന്മാരെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഒരു നീണ്ട പ്രസംഗം പ്രസംഗിക്കുന്നത് അവരോട് ചെയ്യുന്ന ഒരു അപരാധമായി മാറും. അതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇത് പൂർത്തീകരിച്ച് അതിനുശേഷം ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കുമോ? ആരും പ്രസംഗിക്കുന്നില്ലെന്നാണ് പറയുന്നത്. പിറ്റുകുരി ആരും പ്രസംഗിക്കണോ? റൈസ് ആരും പ്രസംഗിക്കണോ? ആരും വേണമെന്ന് പുള്ളി അന്നേരെ പറഞ്ഞു. ഓക്കെ, ശരി, ആരും പ്രസംഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ആരും ഏറ്റുപോകരുത്, കാരണം ഇവരെ ഒന്ന് ആദരിക്കേണ്ടതുണ്ട്. അതുകൂടെ കഴിഞ്ഞ് എനിക്ക് മറ്റൊരു പരിപാടിയിൽ ഏറ്റുമാനൂരുള്ളതാണ്, ഇതുപോലുള്ള കൺവെൻഷൻ, അതിലേക്കും പോകേണ്ടതുണ്ട്. അത് ഇച്ചിരി താമസിച്ച് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നിൽക്കുന്നത്. സ്നേഹിതരെ, ഇന്ന് ഇവിടെ ഈ ഹോള് നിറഞ്ഞ് കവിഞ്ഞ പ്രവർത്തകർ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയട്ടെ. ഈ മുമ്പിലിരിക്കുന്ന കേരള കോൺഗ്രസിന്റെ ഈ മണ്ഡലം കൺവെൻഷൻ ആദരിക്കപ്പെടുന്ന ഈ നേതാക്കന്മാര്, മുതിർന്ന നേതാക്കന്മാര്, അവർ നട്ടുവളർത്തിയ ഈ പാർട്ടി, അവരുള്ളത് കൊണ്ടാണ് ഈ പാർട്ടി ഇത്രയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അത് ഇവർ മാത്രമല്ല, ഇന്ന് 100 കണക്കിന് ആരോഗ്യപരമായി പുറത്തേക്ക് വരാൻ കഴിയാത്ത വളരെയധികം ആളുകൾ, നേതാക്കന്മാർ വീട്ടിലുണ്ട്. അവിടെയൊക്കെ ഇവിടെയുള്ള സിബി മാണിയും അവരൊക്കെ ആ വീട് സന്ദർശിക്കും, അവർക്ക് ആദരവ് കൊടുക്കും. നമുക്കറിയാവുന്നതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം മാണി സാറിന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത് കുറവിലിങ്ങാട്ടാണ്. പലപ്പോഴും രാഷ്ട്രീയമൊക്കെ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ കുറവിലിങ്ങാട്ടിനെ പറ്റി നമ്മളെപ്പോഴും കുറവില്ലാത്ത സ്ഥലമാണ്, ഒരു 100 നാക്കാണ്. ഒരുപക്ഷെ ഇവിടെ പഠിച്ചത് കൊണ്ടാകാം, പൊതുപ്രവർത്തനം ആരംഭിച്ചത് കൊണ്ടാകാം, 64-ൽ ഇത് മൊത്തം മറിച്ച് മുഴുവൻ ആ ഭാരവാഹികൾ കോൺഗ്രസിൻ്റെ, അത് കേരള കോൺഗ്രസ് ആയിട്ട് മാറിയത് കൊണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയുടെ പേര് പറയാതെ പോയാൽ അത് ശരിയാകില്ല. മാണിസാർ വിളിക്കുന്നത് ആ വ്യക്തിയെ MSA എന്നാണ്. അതിനകത്തെല്ലാം ഉണ്ട് MS ജോസഫ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ജോസഫ് പറയാം, എന്നെ MSA എന്ന് മാത്രമേ വിളിക്കുള്ളൂ, അതിനകത്തെല്ലാം ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ത്യാഗം ചെയ്തവരാണ്. അവരുടെ മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ എല്ലാ ആദരവോടുകൂടി എൻ്റെ തലകുനിക്കുകയാണ്. സ്നേഹിതരെ, നമുക്കറിയാവുന്നതുപോലെ ഇവിടെ നമ്മുടെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയമുണ്ടായി. അപ്പോൾ ഇനി വരാൻ പോകുന്നത് നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞും നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ സാഹചര്യം നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഡൽഹിയിൽ അവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ MP-മാർ അവിടെ ചെല്ലണം. അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രസിഡന്റ് ആദ്യമേ വിളിക്കുന്നത്? ഏറ്റവും നമ്പർ കൂടിയ ആ സഖ്യത്തിലുള്ളവരെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാർട്ടിയെ വിളിക്കണമെങ്കിൽ കൂടുതൽ MP-മാരാണ് വരണം. അപ്പോൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കറിയാം, ഈ കേരള സംസ്ഥാനത്തുടനീളം കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഒരു UDF-ന് വേണ്ടിയുള്ള വോട്ടുകൾ പോയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമ്മളത് സ്വീകരിക്കുന്നു. പക്ഷെ അന്നുണ്ടായിരുന്ന, നമുക്കറിയാം, ഏത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ദേശീയ രാഷ്ട്രീയം വരും. ഇനി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയം വരുമോ? അവിടെ രാമക്ഷേത്രം പണിതു, അല്ലെങ്കിൽ ഇത് അവർ പ്രഖ്യാപിച്ചു, അവിടെ സിറ്റിസൺ ആക്ട് കൊണ്ടുവന്നു, അതൊന്നുമല്ലല്ലോ.
ഒരു പ്രാദേശികമായ ഒരു തെരഞ്ഞെടുപ്പിൽ എന്താണ് ഉണ്ടാകുന്നത്? പ്രാദേശികമായ അവിടെ ആരാണോ സ്ഥാനാർത്ഥി, അതല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയാണ്, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ആ സ്ഥാനാർത്ഥിക്ക് കുടുംബ ബന്ധമുണ്ടോ, ഒരു സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണോ വ്യക്തിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അല്ലേ? സ്വീകാര്യനാണോ, കുടുംബ ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവിടെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് കുടുംബ സമ്മേളനമാണ്, യോഗമാണ്, ഒരു കുടുംബ സംഗമമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ആ കുടുംബം എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്, സാഹചര്യമുള്ളത്, ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കേരള കോൺഗ്രസ് പാർട്ടിക്കാണ്. കാരണം എന്താ? ഞാൻ പറയാം, കേരള കോൺഗ്രസ് പാർട്ടി പലപ്പോഴും പിളർപ്പുണ്ടായിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, ചിലർ അപ്പുറത്ത് പോയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം കേരള കോൺഗ്രസിന്റെ കുടുംബത്തിൽ തന്നെയാണ്. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം, ഒരിക്കലും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല, ചിലപ്പോൾ 1-2 പേര് പോയി കാണും. ഇന്ന് പലരും കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരാറുണ്ട്. പണ്ടും മാണിസാറുള്ളപ്പോൾ എത്രയോ പേര് കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്, അവിടെയൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ആ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ മാണിസാർ ഒരിക്കലും അവിടെ പറയാറില്ല കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് സ്വാഗതം. മാണിസാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കേരള കോൺഗ്രസിന്റെ കുടുംബത്തിലേക്ക് സ്വാഗതം. ആ കുടുംബം എന്ന് കോൺഗ്രസ് പാർട്ടി പറയാൻ പറ്റുമോ? CPM പറയാൻ പറ്റുമോ? CPIക്ക് പറയാൻ പറ്റുമോ? ഒരു ദേശീയ പാർട്ടിക്കും മറ്റൊരു പ്രാദേശിക പാർട്ടിക്കും ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധമുള്ളത് അത് ഞങ്ങൾക്കാണെന്ന് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റുന്നത് അത് കേരള കോൺഗ്രസിനാണ്, കേരള കോൺഗ്രസ് എമ്മിനാണ്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബ ബന്ധമുണ്ടെങ്കിൽ ആ കുടുംബ ബന്ധത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് കേരള കോൺഗ്രസിനാണ്. അതിന് വേണ്ടത് എന്താണ്? ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പക്കാവുള്ള ഈ ഒരു നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുക. അപ്പോൾ അവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി വേണം, കുടുംബ ബന്ധം വേണം, കേരള കോൺഗ്രസ് ആയിരിക്കണം. അപ്പോൾ എന്താണ് വേണ്ടത്? നമ്മൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ പക്ക വോട്ടുകൾ വിട്ടു, CPMന്റെ പക്ക വോട്ടുകൾ വിട്ടു, BJPയുടെ പക്ക വോട്ടുകൾ വിട്ടു, കേരള കോൺഗ്രസിന്റെ ആ ബന്ധങ്ങൾ ചിലപ്പോൾ അപ്പുറത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ എല്ലാം ഒന്നിച്ച് ഊട്ടി ഉണർത്തി കൊണ്ടുവന്നാൽ ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയും. യാതൊരു സംശയമില്ല, നമ്മൾ മത്സരിക്കുന്നിടത്തെല്ലാം നമുക്ക് വിജയിക്കാൻ കഴിയും. ഞാൻ ചുരുക്കട്ടെ സ്നേഹിതരെ, നമുക്കറിയാം ഞാൻ ഇന്ന് രാവിലെ എത്തിയത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിൽ നമുക്കറിയാം പാർലമെന്റുമായി ബന്ധപ്പെട്ട വിവിധ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം എല്ലാ വിഷയങ്ങളും, ജനകീയ വിഷയങ്ങളും നമ്മൾ ഇടപെടുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ നെൽകർഷകരുടെ വിഷയം, ആ നെൽകർഷകരുടെ വിഷയം നമ്മൾ ഇടപെട്ടു. അവിടെ കുട്ടനാട്ടിൽ പോയി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, നേരെ സംസ്ഥാന നേതാക്കന്മാർ. ആ നെൽകർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രായോഗികമായ എന്ത് നടപടിയാണോ വേണ്ടതെന്ന് നമ്മളവിടെ പ്രഖ്യാപിച്ചു, മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊടുത്തു. എന്താണ്? ഇപ്പൊ ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട 1510 കോടി രൂപ ഇപ്പോൾ സർക്കാരിന് ലഭിച്ചു. അതിനകത്ത് കോടതി പോലും പറഞ്ഞു ഈ രൂപ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, ഈ പറയുന്ന കൃഷി നെൽകൃഷിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമാണ്. 28 രൂപ 20 പൈസ ഇപ്പോൾ സംഭരിക്കുമ്പോൾ നെൽകർഷകന് കിട്ടുന്നുണ്ടെങ്കിൽ അത് 40 രൂപ ആക്കണം. 40 രൂപ എന്ന് വെറുതെ പറയല്ല ചെയ്ത്, അതിൻ്റെ കണക്ക് വെച്ച് അവതരിപ്പിച്ച സമയക്കുറവ് മൂലം ഞാൻ ഇതിലേക്ക് കിടക്കുന്നത്. റബ്ബറിന്റെ കാര്യം 150 ആയത് 180 ആക്കണമെന്ന് 180 ആക്കി നമ്മൾ ഇടപെട്ടുകൊണ്ട് വന്നു. പക്ഷേ അത് പോരാ, അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അത് കേന്ദ്രത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. അവിടെയും നമ്മൾ കൃത്യമായി മുഖ്യമന്ത്രിയെ കണ്ടു. അത് കൂട്ടേണ്ടതാണ്, ഈ ബഡ്ജറ്റിൽ കൂട്ടുന്നതാണ്. ഞങ്ങൾ പോയി വീണ്ടും കണ്ടു, ഇത് കൂട്ടിയിരിക്കും എന്ന് അദ്ദേഹം വാക്ക് പറഞ്ഞിട്ടാണ് മാറിയിരിക്കുന്നത്. വന്യമൃഗത്തിന്റെ വിഷയം നമുക്കറിയാം. ഇവിടെ മീനച്ചി താലൂക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് മലയോര പ്രദേശങ്ങളിൽ ഇടുക്കിയിൽ പോയാലും വയനാട്ടിൽ പോയാലും അത് ഇരിട്ടിയിൽ പോയാലും കണ്ണൂർ പോയാലും ഇതെന്തിനാ തിരുവനന്തപുരത്ത് അമ്പൂരിൽ പോയാലും വെള്ളത്തിൽ പോയാലും എവിടെ പോയാലും മീനച്ചി താലൂക്കിൽ നിന്നുള്ള കുടിയേറ്റ കർഷകരെ അവിടെ കാണാം. ബുദ്ധിമുട്ടിലാണ്. പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, വന്യമൃഗം വരുമ്പോൾ ഞങ്ങളെ നശിപ്പിക്കുകയാണ്. അതിനെപ്പറ്റി ഒത്തിരി സംസാരിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റ് അകത്തും പുറത്തും എന്തിനാണ് ഇവിടെ നമ്മുടെ ഈ പുതിയ ഗവർണർ വന്നപ്പോൾ ഗവർണർ MP-മാരെ വിളിച്ചുകൂട്ടി. ഗവർണർ മുഖ്യമന്ത്രി ഇരിക്കുക, എന്താണ് മെയിൻ പ്രശ്നം? അവിടെ പല പ്രശ്നങ്ങൾ പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്കൊറ്റ പ്രശ്നമാണ്,
വന്യമൃഗവുമായി ബന്ധപ്പെട്ടൊരു നിയമ ഭേദഗതി വേണം. അതുമാത്രമല്ല, കൊച്ചിയിൽ അദ്ദേഹം വന്നു, KM മാണി ലീഗൽ എക്സലൻസ് അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് ഞങ്ങൾ കൊടുത്തു. ഏതാ? ലോയേഴ്സിനെ വെച്ചുകൊണ്ട് അഭിഭാഷകരുണ്ട്. 500 അഭിഭാഷകർ കൊണ്ടുവന്നു. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ല, അതിശോക്തി പറയുകയല്ല. അവിടെ വന്നപ്പോൾ ഗവർണർ ഇരിപ്പുണ്ട്. അവളെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു ഇതിനൊരു ഭേദഗതി വേണം. ഞാൻ എന്താ പറഞ്ഞത്? ഇത്രയും അഭിഭാഷകരുണ്ട്, ജഡ്ജിമാർ ഇരിപ്പുണ്ട്. ഈ പറയുന്ന ബില്ലിൽ തന്നെ എന്ന് പറഞ്ഞ 1972 വന്യമൃഗ സംരക്ഷണ ബില്ലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വെടിവെക്കാം. എന്തിനാ വെടിവെക്കുന്നത്? വന്യമൃഗം പുറത്തേക്ക് വന്നാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി വെടിവെക്കാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? വന്യമൃഗം പുറത്തേക്ക് വന്നു, നമ്മളൊരു വന്യമൃഗത്തിനെ അതിനെ മുറിവേൽപ്പിച്ചാൽ പോലും നമ്മൾ കുറ്റക്കാരനാകുകയാണ്. അവിടെയാണ് ഈ 14 ജില്ലകളും, ആലപ്പുഴ ഒഴികെയുള്ള 13 ജില്ലകളും നമ്മൾ പര്യടനം നടത്തി ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടെയുള്ള നേതാക്കന്മാരോടെല്ലാം ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞു. ഈ കൊച്ചു പാർട്ടി അവർ ഡൽഹിയിൽ 300 പേരോളം വന്ന് അവർ ധർണ നടത്തി. MLA-മാർ വന്നു, മന്ത്രിമാർ വന്നു, ചീഫ് വിപ്പ് വന്നു. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ നേരെ മന്ത്രിയുടെ അടുത്തേക്ക് പോയി. മന്ത്രിയുടെ പിതാവ് അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് മരിച്ചത്. 11 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പാർലമെന്റിൽ ആദ്യം വരിക അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ 5 മിനിറ്റ് തരാം, ഇന്നല്ല നാളെ തന്നാൽ മതി. ഞാൻ പറഞ്ഞു അവിടെ എല്ലാം പോകും, എനിക്ക് കാണണം ഇന്ന് തന്നെ എന്ന് പറഞ്ഞു. കണ്ടു. 5 മിനിറ്റ് അല്ല, 1 മണിക്കൂർ. സ്റ്റീഫൻ ജോർജ് ഇരിക്കുന്നു, ഇവിടെ നമ്മുടെ തോമസ് ചാഴികാടൻ ഇരിക്കുന്നു, ഇവിടെ എല്ലാവരും ഇവിടെ വന്നതാണ്. അപ്പോൾ ആ 1 മണിക്കൂറിന് സംസാരിച്ചപ്പോൾ കേരളത്തിന്റെ ഫയലുകൾ മുഴുവൻ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഇന്ന വകുപ്പ് പ്രകാരം എന്താണ് ഈ പറയുന്ന ഇങ്ങനെ ഒരു സംവിധാനം നിയമത്തിനകത്തുണ്ടെങ്കിലും കേസെടുക്കുന്നു. അതിന്റെ കാരണം എന്താ? ഇവിടെ ഞാൻ അഭിഭാഷകനല്ല, പക്ഷെ ഇത് പഠിക്കേണ്ട വന്നു. അവിടെ പ്രിസംപ്ഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞ ഒരു ജാതി പേര് വിളിച്ചാൽ ഉടനെ നീ കുറ്റക്കാരനാണ്, നോൺ വെയിലബിൾ ആയിട്ട് അന്നേ ഇടുകയാണ്. നിങ്ങളുടെ കയ്യിൽ കഞ്ചാവോ മയക്കുമരുന്നോ ഉണ്ടെങ്കിൽ അന്നേരെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ കേസ് ഇടുകയാണ്. അതുപോലെ തന്നെ പോസ്കോ കേസിൽ നമുക്കറിയാം, മൈനറിനെ പീഡിപ്പിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ആ കേസ് എടുത്താൽ നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് കേസെടുക്കുകയാണ്. കേസെടുത്താൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് നിരപരാധിയാണ് എന്ന് പറഞ്ഞു ചെയ്യുന്നത്. അതൊരു ആക്ടാണ്. പക്ഷെ ഈ ആക്ടിൽ അങ്ങനെ ഒരു പ്രിസംപ്ഷൻ ഇല്ല. പക്ഷെ എന്താണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത്? അങ്ങനെ ഒരു പ്രിസംപ്ഷൻ ഉണ്ട് എന്ന് മാതിരി നമ്മളെ കേസിൽ കുടുക്കിയിട്ട് നമ്മൾ പോയി നിരപരാധിത്വം അവിടെ പോയി നമ്മൾ തെളിയിക്കണം കോടതിയിൽ. ഉടനെ തന്നെ ഒളിച്ചിരിക്കണം. ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാൻ, ജാമ്യം എടുക്കുവാനായിട്ട് നമ്മൾ പോകണം. നമുക്കറിയാം, ഒരാളെ കൊലപ്പെടുത്തിയെന്ന് വിചാരിക്കുക, അവിടെ ആരുടെ ഉത്തരവാദിത്വമാണ് കൊലപ്പെടുത്തിയത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷനാണ്. അപ്പൊ ഇവിടെയാണല്ല. അപ്പൊ അത് പറഞ്ഞപ്പോൾ അങ്ങനെയാണോ അവിടെ നടക്കുന്നത്? ഞാൻ പറഞ്ഞു ഇവിടെയല്ല, മറ്റു സംസ്ഥാനങ്ങൾ ഇങ്ങനെയാണ്. അത് മാത്രമല്ല, ദുരന്ത നിവാരണത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏർപ്പെടുത്തുന്നത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ല. ഇവിടുത്തെ കളക്ടർ, കോട്ടയം കളക്ടർ മുണ്ടക്കയത്ത് അവിടുത്തെ കടമനയിൽ അവിടെ ഒരു കാട്ടുപോത്ത് വന്ന് ഒരു കർഷകരെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിലെ ഓടി രണ്ട് പേരെ കൊന്നപ്പെടുത്തി. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വെടിവെക്കാൻ ഓർഡർ ഇട്ടു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവിടെ വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു അതൊന്നും നടക്കുകയാണ്, വെടിവെച്ചില്ല. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് കളക്ടർ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ പവറാണ്, അല്ലേ? വലിയൊരു ദുരന്തം ഉണ്ടായാൽ അത് മജിസ്ട്രേറ്റിന്റെ പവറാണ്. വലിയൊരു തീവ്രവാദി വന്നാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വെടിവെക്കാനായിട്ട് അധികാരമുണ്ട്, പോലീസിനോട് പറയാം. പക്ഷേ നമ്മളെ സംരക്ഷിക്കാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വെടിവെക്കാം. അതിന് ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് 6-9 ക്ലോസ് വെച്ചിട്ട് അത് മാറ്റിയെടുക്കാം. മുമ്പേ പറഞ്ഞ കാര്യത്തിലും ഞാൻ പറഞ്ഞു ഈ പ്രിസംപ്ഷൻ മാറ്റുവാൻ അവിടുന്ന് ഒരു ഡയറക്ഷൻ കൊടുത്താൽ മതി. സെക്ഷൻ 68 എല്ലാം വാദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിലേക്ക് വരാം, ഡയറക്ഷൻ കൊടുക്കാം. അത് ഈ കൊച്ച് കേരള കോൺഗ്രസ് പാർട്ടിയായിട്ട് ഇടപെടൽ നടത്തിയത് കോൺഗ്രസ് പാർട്ടിയല്ല, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1972 നടത്തിയ ഒരു നിയമമാണ്. ഇന്ന് വന നിയമ ഭേദഗതി വന്നപ്പോൾ നമ്മൾ ഈ കൊച്ചു പാർട്ടി ഇടപെട്ടിട്ടാണ് അത് മാറ്റിവെക്കാൻ പറഞ്ഞത്. ബഫസോറുമായി ബന്ധപ്പെട്ട് വിഷയം വന്നപ്പോൾ നമ്മൾ ഇടപെട്ടിട്ടാണ് അത് പരിഹരിക്കുവാൻ വേണ്ടി ഞാനും ചാഴികാടനും കൂടെ എംപവർ കമ്മിറ്റിയുടെ മുമ്പിൽ പോയത്. അപ്പോൾ അതുമാത്രമല്ല, ഇവിടെ പ്രാദേശികമായ വികസനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര പദ്ധതികൾ ലോക്സഭയിൽ ബന്ധപ്പെട്ട എത്രയോ ഞാൻ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ കടുതിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയോ നടക്കാതെ പോവുക. അത് നിങ്ങളെടുത്ത് പരിശോധിക്കുന്നത്. 5 മേൽപ്പാലങ്ങൾ ഞാൻ ലോക്സഭയിലായപ്പോൾ കൊണ്ടുവന്നു.
അതാ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ അനുവദിച്ചു. ഞാൻ ആദ്യം ഒന്ന് കുമാരനെല്ലൂര്, മൂലയിടം, കാരിക്കാസ്, കുരുപ്പന്തറ, മുളന്തുരുത്തിയിലേക്ക് പോകുമ്പോൾ അത് 4 പൂർത്തിയാക്കി. മറ്റേത് ഇതുവരെ ഒന്നും തുടങ്ങാൻ പോലും പറ്റിയില്ല. അവിടെ വേറെ ഒരെണ്ണം കൊണ്ടുവന്നു, മത്സ്യ മാർക്കറ്റ്. എവിടെയാ? മാനൂർ, കുരുപ്പന്തറം തന്നെ. അതെവിടെ പോയി? നടക്കുകയല്ല, നടത്തില്ല. എന്തായാലും ആകട്ടെ, നമുക്ക് വികസനം വേണം. നഷ്ടപ്പെടാൻ നമ്മുടെ ഈ 5 വർഷം വളരെ ഗൗരവം നമുക്ക് വേണ്ടതാണ്. നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. നമ്മളെ ട്രിപ്പിൾ IT എന്ന് പറയുന്ന ഒരു സ്ഥാപനം തൊട്ടപ്പുറത്തുണ്ട്. ഏതാണ്? നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. 250 കോടി രൂപ ഇവിടെ പിള്ളേരുണ്ടെങ്കിൽ ഞാൻ കൂടെ കാണിക്കാം. 2000 കുട്ടികളാണ് കഴിഞ്ഞ വർഷം പ്ലേസ്മെന്റ് കിട്ടിയത്. അവിടെ 65 ലക്ഷം രൂപ ഒരു വർഷം ആനുവൽ പെയ്ഡ്. അവിടെ ആരാ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വന്നെന്നറിയാമോ? ആരും അറിഞ്ഞില്ല. വന്നു കഴിഞ്ഞാണ് മനസ്സിലായത് ആരാ വന്നത്. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. ഏതാ ആ ഗ്രാമത്തിലേക്ക്? എന്തിനാ ഇന്ത്യയിലെ നമ്പർ 1 മാറി? അല്ലെങ്കിൽ വരുമോ? അത്രയും മനോഹരമായി 5 ഇതായിട്ട് പോയി. സയൻസ് സിറ്റിയുടെ കാര്യം പറഞ്ഞു. അതേക്കാലം ഉടനെ ഓപ്പണിങ്ങിലേക്കും ആദ്യത്തെ ഫേസാണ്, മുഴുവനല്ല, ആദ്യത്തെ ഫേസ് ഓപ്പൺ ചെയ്യുക. കാരണം അവിടെ തടസ്സങ്ങൾ വരികയാണ്. അപ്പോൾ ഞാൻ ചുരുക്കട്ടെ സ്നേഹിതരെ, നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് മാണിസാർ പഠിപ്പിച്ച ആ പാഠം ഇന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ മാണിസാർ എങ്ങനെയാണോ ചെയ്തത് അതനുസരിച്ചാണ് നമ്മുടെ നേതാക്കന്മാർ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനകീയ പ്രശ്നം ഇന്ന് തീരദേശത്ത് കേരള കോൺഗ്രസ് പാർട്ടി അധികം ഉണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ തീരദേശത്തിന്റെ പ്രശ്നം ഏറ്റവും ആദ്യമേ പാർലമെന്റിനകത്ത് കൊണ്ടുവന്നത് ഞാൻ. കേരള കോൺഗ്രസ് പാർട്ടി എന്താണ് കൊണ്ടുവന്നത്? ഇന്ന് നമുക്കറിയാം, ഇന്ന് ഒരു കടൽക്ഷോഭം വരുമ്പോൾ, ഇന്ന് വിഴിഞ്ഞത്ത് പോലുള്ള പ്രദേശങ്ങൾ തുറമുഖം വരുമ്പോൾ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ട് വരുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോകേണ്ടത്, മത്സ്യബന്ധനം ഇല്ലാതാകുന്നത്, ജീവിതമാർഗം ഇല്ലാതാകുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക്. അവിടെ ഞാൻ വാദിച്ചത് മറ്റൊന്നുമല്ല. നമുക്കറിയാം, വനം സംരക്ഷണ നിയമം വന്നപ്പോൾ ആദിവാസികളുണ്ടല്ലോ. ഈ ആദിവാസികൾ നമുക്കറിയാം എല്ലാ നിയോജകമണ്ഡലം എല്ലാ ജില്ലകളിലുമുണ്ട്. പാലക്കാടുണ്ട്, ഇവിടെ നമ്മുടെ ഇടുക്കിയിലുണ്ട്, ഇവിടെ മുണ്ടക്കയത്തിനപ്പുറത്തുണ്ട്, പത്തനംതിട്ടയിലുണ്ട്. പക്ഷെ ആദിവാസികൾക്ക് വനത്തിനകത്ത് താമസിക്കാനുള്ള അധികാരമുണ്ട്, അതിൻ്റെ വിഭവം എടുക്കാനുള്ള അധികാരം. പക്ഷെ വനസംരക്ഷണ നിയമം വന്നപ്പോൾ അവർ പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ ഒരു ആക്ട് കൊണ്ടുവന്നു 2008. എന്താണ്? ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. അത് പ്രകാരം അവർക്കവിടെ താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കടലിൻ്റെ മക്കൾ കടലവകാശം വേണം എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ വാദിച്ചത് നമ്മളാണ്. ആദ്യമായിട്ട് അവിടെ BJPയും കോൺഗ്രസും എല്ലാം എന്നോട് കൂടി യോജിച്ച് അസോസിയേറ്റ് ചെയ്തു. ഇന്ന് അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇന്ന് മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ കൊല്ലത്ത്, ആലപ്പുഴയിൽ, ചാവക്കാട്, പൊന്നാനിയിൽ എല്ലാം പ്രശ്നം വരിക. 242 സ്ക്വയർ കിലോമീറ്റർ മണൽ ഖനനം കൊല്ലത്ത് തന്നെ വരിക. 745 മില്യൺ ടണ്ണ് മണൽ എടുത്തുകൊണ്ട് പോയ മത്സ്യബന്ധനം തീരും. അവിടെയുള്ള ആളുകൾ, മത്സ്യത്തൊഴിലാളി മാറി താമസിക്കുന്നവരും കാലാവസ്ഥ മാറാൻ പോവുകയാണ്. ഇന്ന് കർഷകർ ഒരു വശത്ത് നിൽക്കുന്ന അതേ സ്വഭാവം തന്നെയാണ് മത്സ്യത്തൊഴിലാളികളെന്ന്. അവർ രണ്ടുപേരും നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഈ രണ്ടുപേരുമാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. അവർക്കെതിരെ വലിയൊരു പ്രതിസന്ധി വരും. ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. മുനമ്പത്തിന്റെ വിഷയം വന്നു, അല്ലെങ്കിൽ വഖഫിന്റെ വിഷയം വന്നു, ഏതെങ്കിലും സമുദായത്തിനെതിരല്ല. അവിടെ മുഴുവൻ പ്രതിപക്ഷം നേരിട്ട് ഒരുമിച്ചിരുന്ന് എന്നെയും കൂടെ കൂട്ടിയിരുത്തി പറഞ്ഞു എതിരായിട്ട് വോട്ട് ചെയ്യണം. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, ജനാധിപത്യ വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരു അമെൻമെന്റ്, ഒരു ഭേദഗതി വന്നിട്ടുണ്ടായാലേ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിനകത്ത് ആ നിയമത്തിനകത്ത് എന്തെങ്കിലും ഭേദഗതി ജനങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കും. ആ മുഴുവൻ ലോക്സഭയും രാജ്യസഭയും ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർ മുഴുവൻ അറിയാമല്ലോ, അവരെല്ലാം അത് കണ്ണടച്ച് അതിനെ എതിർത്തപ്പോൾ നമ്മൾ അതിൻ്റെ ചില ഭേദഗതി ആ ഭേദഗതി എന്താണ്? ഒരു സാധാരണക്കാരന് നീതി ലഭിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡോ ഒരു ട്രൈബ്യൂണലോ ഒരു തീരുമാനമെടുത്താൽ കോടതി പോകാൻ പാടില്ല എന്ന് പറയുന്ന ജനാധിപത്യത്തിന് എതിരാണ്, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എതിരാണ്. അവിടെ കോടതി വരെ പോകാനുള്ള അനുവാദമെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ വാദിച്ചു. അല്ലാതെ ഏത് സമുദായത്തിനെതിരായിട്ടല്ല. അവിടെ എപ്പോഴും നമ്മുടെ ഒരു ശബ്ദം നമുക്ക് ഈ സംസ്ഥാനത്തും ദേശീയ തലത്തിലും നമുക്ക് കേൾക്കുവാൻ കഴിയും.
ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചത് മാണിസാറാണ്. അപ്പോൾ ആ മാണിസാറിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഈ നമ്മുടെ ഏപ്രിൽ 9-ാം തീയതി മാണിസാറിൻ്റെ അനുസ്മരണമാണ്. സിബിഐനെ പറ്റി സംസാരിച്ചെന്ന് തോന്നുന്നു. 9-ാം തീയതി നമ്മുടെ അനുസ്മരണം. നമുക്കറിയാം, എല്ലാ വർഷവും തിരുനക്കര മൈതാനത്ത് നമ്മൾ രാവിലെ 9:30 തൊട്ട് 1 മണി വരെയുള്ള അനുസ്മരണവും പുഷ്പാർച്ചനയുണ്ട്. മീറ്റിങ്ങുകളൊന്നുമില്ല. അവിടെ ആയിരക്കണക്കിന് ആളെന്നാണ് പുഷ്പാർച്ചന വരുന്നത്. ആ ഓർമ്മ നമ്മൾ പുതുക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവിടെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷനാണ്. നമ്മുടെ കർഷകരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ പലരും കർഷകർക്ക് വേണ്ടി, വന്യമൃഗത്തിന് വേണ്ടി ശബ്ദം ഉയർത്തും. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശബ്ദം ഉയർത്തുന്നുണ്ട്, അല്ലേ? എല്ലാവരും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്, CPM ഉയർത്തുന്നുണ്ട്, CPI ഉയർത്തുന്നുണ്ട്. പക്ഷേ കർഷക രാഷ്ട്രീയം പൊതുരാഷ്ട്രീയത്തിന്റെ അജണ്ടയിൽ കൊണ്ടുവന്നത് ഇത് മനസ്സിലാക്കാം. ഇന്ന് മറ്റാരെങ്കിലും സംസാരിക്കും, അവരൊക്കെ സംസാരിക്കും. പക്ഷെ ആ സംസാരത്തിന്റെ ആ നേതാക്കന്മാരുടെ DNA എടുത്തു നോക്കിയാൽ, അല്ലെ, DNA എടുത്തു നോക്കിയാൽ അറിയാവുന്ന DNA, ആ DNA എടുത്തു നോക്കിയാൽ അവിടെ ഒരു കർഷക ആഭിമുഖ്യമില്ല. കർഷക ആഭിമുഖ്യമുള്ള DNA, പൂർണ്ണമായും കർഷകന്റെ DNA ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് കേരള കോൺഗ്രസ് മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവിടെ വിട്ടുവീഴ്ചയൊന്നുമില്ല. കർഷകരുടെ പ്രശ്നമാണോ, പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണോ, അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നമാണോ, അവിടെ വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ പോരാട്ടം തുടരും. അവിടെ ഏതെങ്കിലും ലാഭം നോക്കിയല്ല, ഭരണം നോക്കിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സന്തോഷം ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നമസ്കാരം. ആദ്യമായി ആദരിക്കൽ ചടങ്ങാണ്. അടുത്തതായിട്ട് ആദരിക്കൽ ചടങ്ങിന്